നമസ്കാരം. സെൽഫ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ന് ലൈഫ് സ്ട്രാറ്റജീസ് വ്യൂവിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സെൽഫ് മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രൊഫഷണൽ സ്റ്റുഡൻസ് എന്ന മേഖലയിൽ മാത്രമല്ലാതെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എല്ലാ ഏരിയകളിലും സെൽഫ് മാനേജ്മെൻറ്റ് സാധ്യമാക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസരത്തിലാണ് ഈ വിഷയം സംസാരിക്കുന്നത്. ഇതിനുതകുന്ന ഏറ്റവും ചെറിയ ഒരു എക്സസൈസ്, നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ സെൽഫ് മാനേജ്മെൻറ്റ് സയൻറ്റിഫിക്കലി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ചെറിയ എക്സസൈസ് ന്യൂറോ സയൻസിൻ്റെ ഭാഗമായുള്ളതും അതിൻ്റെ എക്സ്പ്ലനേഷനും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ഒരു ചെറിയ എക്സസൈസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് എക്സസൈസ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ന്യൂറോ സയൻസിൽ സൈക്കോബയോളജിക്കൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമായ ഒരു ഏറ്റവും ചെറിയ സാധനങ്ങളിലൊന്ന് ഒരു ഗ്രേപ്പാണ്, ഒരു ചെറിയ മുന്തിരിങ്ങയാണ്. അത് പറ്റുമെങ്കിൽ കുരുവില്ലാത്ത മുന്തിരിങ്ങ സെലക്ട് ചെയ്യുക. കുരുവില്ലാത്ത മുന്തിരിങ്ങ നന്നായി കഴുകി കയ്യിൽ വെച്ച ശേഷം അത് നന്നായി വിരലുകൾക്കിടയിൽ വെച്ച് അതിനെ നമുക്ക് ടാക്ടൈൽ പെർസെപ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിരലുകൾക്കിടയിൽ വെച്ച് നന്നായി ഒന്ന് അതിനെ അറിയുകയും അതിനുശേഷം ഇതിനെ മെല്ലെ നോക്കി കാണുക. കുറച്ച് നേരം ഇതിലേക്ക് നോക്കി ഇതിൻ്റെ ഷേപ്പും എല്ലാം നോക്കി കണ്ട ശേഷം ഇതിനെ വായിൽ വയ്ക്കുന്നു. പക്ഷേ പല്ലുകൾക്കിടയിലല്ല, നാവിൽ വെച്ച് നാവ് കൊണ്ട് ഇതിനെ നുണയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചവച്ചറക്കരുത്. ഈ ഒരു മുന്തിരിങ്ങയാണ് ഈ ഒരു പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ് ഇനി നമ്മൾ ഇതിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറഞ്ഞത് ഒരു 3 മിനിറ്റെങ്കിലും നമ്മുടെ വായിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് കയ്യിൽ വെച്ച് അതിനുശേഷം നമ്മൾ നാവിൽ വെക്കുകയാണ് ഉണ്ടാകുന്നത്. ഈ സമയത്ത് 4 സെൻസറി ന്യൂറൽ ആക്ടിവേഷൻസ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വിഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവേഷനാണ്. രണ്ടാമത് മൂന്നാമതൊക്കെ ടേസ്റ്റ്, സ്മെല്ല്, ടച്ച്. ഈ 4 കാര്യങ്ങളുടെ ആക്ടിവേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അപ്പോൾ ഗസ്റ്റേറ്ററി കോർട്ടക്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇതിൻ്റെ ടാക്ടൈൽ റിസപ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം വിരലുകളിലൂടെയായിരുന്നു, പിന്നീട് നമ്മൾ അതിനെ നാവിലുള്ള റിസപ്റ്റേഴ്സിനാണ് ആക്ടിവിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഫോക്കസ് ആൻഡ് അറ്റൻഷനാണ്. അപ്പോൾ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. റെസ്പോൺസിബിൾ ടു അറ്റൻഷൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഏറ്റവും ശാന്തമാക്കി എടുക്കുകയും അതിനെ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് മെൻ്റൽ ക്ലാരിറ്റി കൊടുക്കാൻ ആവശ്യമായ ഉത്തേജനം കിട്ടാൻ ഈ തരത്തിലുള്ള ഈ രീതിയിലുള്ള റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ടാക്ടൈൽ റിസപ്റ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് ഇൻസുലാർ കോർട്ടക്സിലെ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഡോപ്പമിൻ ആൻഡ് റിവാർഡ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിനുണ്ടാക്കുന്ന ആസ്പെക്റ്റ് എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഡോപ്പമിൻ നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് തരുന്ന ഒരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമുക്ക് തരുന്ന ഒരു സാധ്യതയാണ് ഇതിന് കാരണമാകുന്നത്. ഇത് കൂടുതൽ ഫോക്കസ് ഉണ്ടാവാൻ നമ്മളെ സഹായിക്കുന്നു. ലേണിംഗ് ആൻഡ് ഹാബിറ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമത് പാരാസിമ്പത്തറ്റിക് ന്യൂറോ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ആക്ടിവേഷൻസ് ആണ് നമ്മളിതിൽ നോക്കിക്കാണുന്നത്. ഇത് ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തരേണ്ട ധൈര്യം, അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് എല്ലാം തന്നെ ഇതിൽ തരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അറിയാതെ കിട്ടുന്നൊരു കാര്യം, ഇത് വായിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിനെ വളരെ നാച്ചുറലായി തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ തരുന്നത് കൊണ്ട് ബ്രീത്തിങ് ഒരു റിലാക്സേഷൻ മോഡിലേക്ക് നമ്മളെ മാറ്റുന്നതിന്, ബ്രീത്തിനെ കുറച്ച് കൊണ്ടുവരുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. നാലാമത്തത് ഇതിൻ്റെ എൻഡോർഫിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സെറാട്ടോണിൻ ബൂസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിൽ മൂഡ് എൻഹാൻസ്മെൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇഷ്യൂസാണ് സെൽഫ് മാനേജ്മെൻറ്റിനെ ബാധിക്കുന്നത് എന്നതുകൊണ്ട് ഇവിടെ സെറാട്ടോണിൻ നമ്മളെ ഏറ്റവും കൂടുതൽ മൂഡ് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ളത്, സ്റ്റെബിലൈസ് ദ മൂഡ്, ഇമോഷൻസ്, അതേമാതിരി സ്ലീപ്പ് പെർഫെക്റ്റ് ആക്കുക, ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഹോർമോൺ ക്രിയേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഡൈജഷൻ്റെ ഭാഗത്തിലുണ്ടാകുന്നതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. ഫിസിക്കൽ കണ്ടീഷനിങ് എടുക്കുകയാണെങ്കിൽ ഇംപ്രൂവ്ഡ് ഡൈജഷൻ ആൻഡ് ഗട്ട് ബ്രെയിൻ ആക്സിസിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതുണ്ടാക്കുന്ന ഗുണം എന്ന് പറയുന്നത്
സെറാട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഇമോഷണൽ ബാലൻസ്, പ്രോപ്പറായിട്ടുള്ള ഗട്ട് ബ്രെയിൻ ആക്സിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ ഡൈജഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കോഗ്നിറ്റീവ് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയിൽ നമുക്ക് കാര്യങ്ങളെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും നോക്കിക്കാണുന്നതിനും അതിന് വേണ്ട സ്പോണ്ടേനിയസ് റെസ്പോൺസ് എല്ലാം തന്നെ, മെമ്മറി ഫോക്കസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓക്സിറ്റോസിനും കോർട്ടിസോളും എല്ലാം എൻഗേജ്ഡ് ആവുകയും ഈ മൈൻഡ്ഫുൾ മെത്തേഡിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് കൂടുതൽ റെസ്പോൺസസ് കിട്ടുകയും നമ്മൾ ഏതെങ്കിലും തരത്തിൽ സെൽഫ് മാനേജ്മെൻറ്റ് പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും 100% കൂടുതൽ റിസൾട്ട് കിട്ടുന്നതിന്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് കാരണമാക്കുന്നതും ഇതാണ്. അപ്പോൾ ഈ ഒരു പരിശീലനം ഇത് കഴിഞ്ഞത് വായിലൊരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മെല്ലെ ഇത് പല്ലുകൾക്കിടയിലേക്ക് മാറ്റി ഇതിനെ കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് അത് നമുക്ക് കൂടുതൽ തരുന്നത് ഗ്ലാൻസിന് ആക്ടിവേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക്, GI ട്രാക്റ്റിലേക്ക് ഇതിനെ കടത്തി വിടുകയും ഇത് കൂടുതൽ മൈൻഡ്ഫുൾനെസ് കിട്ടുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇതിങ്ങനെ ഒരു ദിവസം ചെയ്തതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. തുടർച്ചയായി 2 മാസത്തിൽ കൂടുതൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. 60 ദിവസത്തിൽ കൂടുതൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 3 മാസമെങ്കിലും 90 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബാലൻസിങ് കിട്ടുന്നതിനും ഒരു ലൈഫ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിങ്ങളിൽ ഉണ്ടാക്കുന്നതിനും സഹായിക്കും. മറ്റ് എക്സസൈസുകൾക്കും അതിൻ്റെ റിസൾട്ടുകൾക്കും എല്ലാം തന്നെ ഞങ്ങളുടെ മോണിറ്ററിംഗ് സിസ്റ്റവും ലൈഫ് സയൻസ് സപ്പോർട്ടും എല്ലാം തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്.